നമസ്കാരം. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഒരു വാഗനാർ വണ്ടിക്കകത്താണേ. നല്ലൊരു അടിപൊളി ഒരു മാരുതി വാഗനാർ വണ്ടിയാണ്. ഇത് 2016 മോഡൽ വാഗനാറാണ്. വണ്ടി ഓട്ടോമാറ്റിക്കാണ്. സെക്കൻഡ് ഓണറാണ് കേട്ടോ, സിംഗിൾ ഓണറല്ല, സെക്കൻഡ് ഓണർഷിപ്പാണ്. 67,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഇവരിതിന് ചോദിക്കുന്ന പ്രൈസ് വന്നിട്ട് 3,80,000 രൂപയാണ്. ഇതിന് ഡീലേഴ്സ് ചോദിക്കുന്ന പ്രൈസ് വന്നിട്ട് 3,80,000 രൂപ. ഞാൻ ഈ വണ്ടിക്ക് അകത്തിരുന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇത് ഇച്ചിരി തിരക്കുള്ള ഏരിയ, അപ്പോൾ സൗണ്ട് നല്ല കൃത്യമായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ഇനി പുറത്തിറങ്ങിയിട്ട് ഈ വണ്ടിയുടെ വ്യൂസ് ഒന്ന് ഓവർ വ്യൂവും കാര്യമെല്ലാം നിങ്ങളെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. നല്ല അത്യാവശ്യം ഓടിയ ടയറാണ് കേട്ടോ. നിങ്ങൾ ഈ വണ്ടി വന്ന് മേടിക്കാൻ താല്പര്യമുള്ളതാണെങ്കിൽ നല്ല രീതിയിൽ നോക്കി കണ്ട് നല്ല രീതിയിൽ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് എടുത്താൽ മതി. അതായത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് വണ്ടി ഇഷ്ടപ്പെട്ട് എടുത്താൽ മതി. ഓക്കെ. സ്ഥലം വരുന്നത് നമ്മുടെ പത്തനംതിട്ട ചുരുളിക്കോട്. വണ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെയാണുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ എല്ലാവരും എല്ലാം ഒന്ന് സെലക്ട് ചെയ്ത്, ഒരു വണ്ടി മാത്രമല്ല, ഇവിടെ നമ്മുടെ എറ്റിയോസ് കിടപ്പുണ്ട്, ഹൈ റൈഡർ കിടപ്പുണ്ട്, മാത്രമല്ല ഒത്തിരി കാറുകൾ കിടപ്പുണ്ട്. സ്ഥലം വരുന്നത് നമ്മുടെ ചുരുളിക്കോടാണ് കേട്ടോ. പത്തനംതിട്ട ചുരുളിക്കോട്, അതായത് പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേരി പോകുന്ന റൂട്ടിലാണ് നമ്മുടെ ഈ സ്ഥാപനം വരുന്നത്. വാഗനാർ പൊതുവെ എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. കാര്യം നല്ല ഹൈറ്റുള്ള ആക്കും ഒക്കെ നല്ല രീതി നല്ല കംഫോർട്ടായിട്ട് ഓടിക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ് മാരുതി വാഗനാർ. ഫ്രണ്ട് ടയർ നല്ല അത്യാവശ്യം ഓടിയതാണ്. നമുക്കിതിൻ്റെ ആഘോഷം നോക്കാം. കമ്പാരിറ്റീവ്ലി ഈ വിലയുടെ കാര്യത്തിൽ ചിലർക്കൊരു അനിഷ്ടം തോന്നിയേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവരെ ഒന്ന് വിളിച്ച് സംസാരിച്ചാൽ മതി. വിലയൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. നിങ്ങൾക്കൊന്ന് ഡയറക്റ്റ് വിളിച്ച് അവരുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ചില വീഡിയോസിലൊന്നും വില പറയുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ആളുകൾ പറയുന്ന വില ഓവർ പ്രൈസ്ഡ് ആണ്, ഇതിനെക്കാട്ടി വില കുറവ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ഡയറക്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്താലേ, ഇവരുമായിട്ട് നല്ല രീതിയിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിലയുടെ കാര്യത്തിലും എല്ലാത്തിലും ഒരു നെഗോസിയേഷൻ ഡയറക്റ്റ് മനസ്സിലാക്കാമല്ലോ. ഓക്കെ.